സജു ദേവസ്യ, ശരൺ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് ഇഡിയുമായി ഉള്ള ഒരു കണക്ഷൻ, ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായും രഞ്ജിത്താണ്. അപ്പോൾ ഈ രഞ്ജിത്ത് ആരുമായിട്ടൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അതോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇമെയിൽ വരുന്ന ഈ ഒരു സംവിധാനം, രഞ്ജിത്തിന്റെ ഫോൺ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? രഞ്ജിത്ത് ഇതിലൊരു പ്രധാന കണ്ണിയായി നിൽക്കുകയല്ലേ സജു? സുജയ, കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്നത് പോലെ പ്രതിക്കൂട്ടിലാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇ ഡി നിൽക്കുന്നത്. അതിൽ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥന്റെ പ്രധാന ഇടനിലക്കാരനായി കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ പ്രവർത്തിച്ചു എന്നതാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. അതായത് ഈ കാര്യത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ രഞ്ജിത്തിനെ പ്രധാന ഇടനിലക്കാരനായി നിർത്തുന്നു. പിന്നീട് രഞ്ജിത്ത് വഴി താഴേക്കാണ് മറ്റിടനിലക്കാരുമായുള്ള ആശയവിനിമയം. അതായത് ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ആശയവിനിമയം നടത്തണമെങ്കിൽ അത് രഞ്ജിത്തിലേക്ക് എത്തുന്നു, രഞ്ജിത്ത് വഴി അത് താഴെയുള്ള ഇടനിലക്കാരിലേക്ക് എത്തുന്നു. ഇതാണ് നിലവിൽ വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 3 പ്രതികൾ നിലവിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണ്. അതായത് ഈ നേരിട്ട് ഈ വ്യാപാരിയെ സമീപിച്ച വിൽസൺ എന്ന ഇടനിലക്കാരൻ, അയാളും ഒപ്പം രാജസ്ഥാൻ സ്വദേശിയായ മറ്റൊരു ഇടനിലക്കാരനായ മുകേഷ് കുമാറുമാണ് നേരിട്ട് വ്യാപാരിയെ സമീപിച്ചത്. പക്ഷേ സീനിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ് രഞ്ജിത്ത് എന്ന വ്യക്തി. ആ രഞ്ജിത്ത് പക്ഷേ പിന്നണിയിലിരുന്നാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഫോണുകളെല്ലാം നിലവിൽ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള പ്രധാനപ്പെട്ട ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് രഞ്ജിത്ത് വഴി ഇ ഡി ഉദ്യോഗസ്ഥനിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്നു മാത്രമല്ല, നിരവധി ഇപ്പോൾ ഒരു വ്യാപാരിയാണ്, കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യാപാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് തന്നെ ആദ്യം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു, പഴയ ബിസിനസ് രേഖ തരാൻ പറയുന്നു. അതിനുശേഷം അത് ബുദ്ധിമുട്ട് അറിയിക്കുമ്പോൾ ഭീഷണി, കടുത്ത നടപടി ഉണ്ടാകും എന്ന ഭീഷണി വരുന്നു. പിന്നാലെ ഈ ഏജന്റ് എന്ന് പറഞ്ഞ് വിൽസൺ നേരിട്ട് വിളിക്കുകയാണ്. വിൽസൺ പറഞ്ഞപ്പോൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ വിൽസൺ പറഞ്ഞു, ഒരു സമൻസ് ഇപ്പോൾ അയപ്പിച്ച് കാണിച്ചു തരാം. ആ സമൻസ് അതേപടി തന്നെ വരുന്നു. അപ്പോഴാണ് ഈ വ്യാപാരി യഥാർത്ഥത്തിൽ ഈ വിജിലൻസിനെ സമീപിക്കുന്നത്. ആ വിജിലൻസ് ഒരുക്കിയ കെണിയിൽ ഇടനിലക്കാർ വീഴുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആ ഇടയിൽ ഈ വിൽസൺ ഇത് കഴിഞ്ഞാൽ കോൾ കട്ട് ചെയ്ത് വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് എന്നാണ് വിജിലൻസ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. എന്ന് മാത്രമല്ല, വിജിലൻസിന് മുന്നിൽ ഇപ്പോൾ കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട്. 3ഓളം പേർ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മുംബൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ അഴിമതി പണം മുഴുവൻ പോകുന്നത്. അവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ആ അക്കൗണ്ട് നമ്പറാണ് പലപ്പോഴും ഇത്തരം ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്ക് കൈമാറി ആ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ കമ്പനിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതൊരു കടലാസ് കമ്പനിയാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അത് ആരെല്ലാമാണ് നിയന്ത്രിക്കുന്നത്? ഒരു മൊത്ത വ്യാപാര സ്ഥാപനം എന്ന നിലയ്ക്കൊക്കെയാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു കടലാസ് കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക്, പരാതികൾ ഇതിനകം തന്നെ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും പ്രധാനമാണല്ലോ. എത്ര പേരുടെ പരാതികൾ ഇതിനകം തന്നെ വിജിലൻസിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അവർ തയ്യാറായിട്ടുണ്ട്. തട്ടിപ്പിനിരയായ പലരും ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാതെ അങ്ങ് പോകുന്നതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ പരാതികൾ എത്തുന്നത് സഹായകമാകില്ലേ? സുജയ, 10ലധികം പേർ തട്ടിപ്പിനിരയായെന്ന് വിവരം വിജിലൻസിന് മുന്നിലുണ്ട്. പക്ഷേ 3 പേരാണ് വിജിലൻസിന് ഇപ്പോൾ നേരിൽ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിരിക്കുന്നത്. പലർക്കും ഭയമാണ് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. 10ലധികം പേരെ സമീപിച്ചതിന്റെ വിശദാംശങ്ങൾ ഇതിനകം പല സോഴ്സുകളിൽ നിന്ന് വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ 3 പേർ നേരിട്ട് വിവരങ്ങൾ വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. അവർ ഈ വിവരങ്ങൾ കൈമാറി അന്വേഷണവുമായി സഹകരിക്കാം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. പരാതിയല്ല, പകരം വിവരങ്ങൾ കൈമാറുകയാണ്. ഒരുപക്ഷെ അവർ കൂടി പരാതി നൽകാൻ തയ്യാറായാൽ അതും കേസെടുത്ത് തന്നെ അന്വേഷിക്കാൻ കഴിയും. പക്ഷേ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നേരിട്ട് ട്രാപ്പ് ഒരുക്കി അത്തരം അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ് പതിവ്. പക്ഷേ ഇത് അതിന്റെ അനുബന്ധമായി അന്വേഷിക്കാൻ കഴിയും. അങ്ങനെ 10ലധികം പേരെയെങ്കിലും ഇതേ സംഘം, അതായത് രഞ്ജിത്തിന്റെയും വിൽസന്റെയും മുകേഷ് കുമാറിന്റെയും സംഘം സമീപിച്ചിട്ടുണ്ട് എന്നതാണ്. എന്ന് മാത്രമല്ല, മുൻപ് ഇ ഡി അന്വേഷിച്ചിരുന്ന ചില കേസുകൾ, അതായത് സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസ്, ചില ക്വാറിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, ഇങ്ങനെയുള്ള ചില കേസുകളിൽ ഉൾപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ ഇ ഡിയുടെ റഡാറിൽ വരികയോ അന്വേഷണം നേരിടുകയോ ചെയ്ത ആളുകളെയും ഇതേ ഏജന്റുമാരുടെ സംഘം സമീപിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇതിനകം തന്നെ വിജിലൻസിന് ലഭ്യമായിട്ടുണ്ട്. അതിലും വിശദമായ പരിശോധനയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എത്ര വലിയൊരു നെറ്റ്വർക്കാണ് എന്നത് നോക്കണം. എന്ന് മാത്രമല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം വിജിലൻസ് പറയുന്നത് വലിയ വ്യാപ്തിയുണ്ട്. തിടുക്കപ്പെട്ട ഏതായാലും വിജിലൻസ് ഈ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ ചോദ്യം ചെയ്യുക, അത്തരം നടപടികളിലേക്ക് പോവില്ല. ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് വിജിലൻസിന് മുന്നിലുള്ളത് പ്രതികളുടെ തന്നെ മൊഴിയാണ്. അതേസമയം കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാട് രേഖകളൊക്കെ പരിശോധിക്കും.
ശ്രദ്ധിക്കണം. ഈ പ്രതികളുടെ അക്കൗണ്ട് വിവരങ്ങൾ തന്നെ ഇതിനകം വിജിലൻസ് എടുത്ത് പരിശോധിച്ചു. അതായത് വിൽസൺ, മുകേഷ് കുമാർ എന്നിവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ബിസിനസ് ഇടപാടുകളുമായി ഇഡിയുടെ അന്വേഷണം ആഭ്യന്തരമായി നടക്കുന്നു, വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ എല്ലാം പുറത്തേക്ക് വരട്ടെ. എത്ര നാളെന്ന് വെച്ചാണ് ആൾക്കാരെ പറ്റിച്ചിങ്ങനെ പണം ഉണ്ടാക്കുന്നത്.